ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് വെറ്റിലപ്പാറയിലോട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. രാവിലെ തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ കെട്ടുനിറയ്ക്കാണ് പോയത് കേട്ടോ. അപ്പോൾ വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു കൊച്ചിന് ഈ കുട്ടിക്ക് നെയ്ത്തേങ്ങ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തറവാട് വരുന്നത് വെറ്റിലപ്പാറയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ നോക്കിക്കണത് വേറൊന്നുമല്ല, അവിടെ നിറച്ച് കുരങ്ങന്മാരാണ് കേട്ടോ. അപ്പോൾ കുരങ്ങന്മാരെ ഓടിക്കുന്നത് കാണാനായിട്ട് നോക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ ഈ കുട്ടിയൊക്കെ അത് നോക്കി ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ. കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. പൂജ നടക്കുന്നതുകൊണ്ട് നിറച്ച് പ്രസാദങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ വാങ്ങി തിന്നാൻ വേണ്ടിയിട്ടാണ് നോക്കി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് കിട്ടില്ല എന്ന് മനസ്സിലായി. ഇളയച്ചനപ്പോൾ ഒരു ട്രിക്ക് അവിടെ പ്രയോഗിച്ചു കേട്ടോ. അപ്പോൾ ശാന്തിയൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊഴായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ റെഡിയാക്കി കേട്ടോ, മുണ്ടൊക്കെ ഇടിപ്പിച്ചിട്ടോ. അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ കുറേ നേരം പ്രാർത്ഥിച്ച് കുറച്ച് നേരമൊക്കെ നിന്നു കേട്ടോ. അമ്മായിയുടെ വീട്ടിലാണ് കെട്ടുന്നവർ കേട്ടോ. അപ്പോൾ അമ്മായിയുടെ മോനാണ് ആദ്യം നിറയ്ക്കണത്. അത് കഴിഞ്ഞ് പേരക്കുട്ടി ഒക്കെ നിറയ്ക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ കുട്ടീനെ കൊണ്ട് നിറപ്പിച്ചത്. നയനുട്ടി നിറച്ചതിന് ശേഷമാണ് ഈ കുട്ടീനെ നിറപ്പിച്ചത്. അപ്പോൾ ഈ കുട്ടി നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എങ്ങനെ നിറയ്ക്കണമെന്നൊക്കെ. എന്നിട്ട് കെട്ടൊക്കെ കെട്ടി അങ്ങനെ സ്വാമി ശരണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഈ കുട്ടി അവിടെ കിടന്നിട്ട് അവിലും മലരൊക്കെ പറക്കായിരുന്നു. അപ്പോൾ പായൽ കിടന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് പക്ഷെ കുറേ നേരം നിന്നു കേട്ടോ. പിന്നെ അവിലും മലരും പ്രസാദമൊക്കെ എല്ലാവർക്കും കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, ഇളച്ചന് ഒരാളെ കാണിച്ച് പേടിപ്പിക്കായിരുന്നു എന്ന് പറഞ്ഞത് കുരങ്ങന്മാരാ. അപ്പോൾ അതാണ് ആ കക്ഷി കേട്ടോ. പുലിയുടെ കളറാണെങ്കിലും കറക്റ്റ് പുലിയുടെ പോലെ തന്നെ തോന്നും കേട്ടോ. അപ്പോൾ പേടിച്ച് ഓടുന്നതാണ് കുരങ്ങന്മാർ, അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടോ. അതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോരാൻ നിൽക്കായിരുന്നു. അപ്പോൾ ഈ ഊട്ടി കോഴിക്കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കണം കണ്ടത്. കുറേ നേരം കോഴിക്കുഞ്ഞുങ്ങളെ കളിപ്പിച്ചിട്ടോ. അത് കഴിഞ്ഞ ശേഷം അവരിറങ്ങാൻ നിൽക്കായിരുന്നു. അപ്പോൾ തേങ്ങ അടിക്കായിരുന്നു കേട്ടോ. എല്ലാവരും തേങ്ങ അടിച്ചിട്ട് അങ്ങനെ പോയിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.